സുബൈദാർ രമേശ് കുമാർ, താങ്കൾ അല്പം വൈകിയാണ് നമ്മുടെ ചർച്ചയിൽ പങ്കാളിയായത്. ചോദിക്കാനുള്ളത്, തുടക്കം തൊട്ട് തന്നെ നമ്മുടെ അതിഥികളെല്ലാം പറയുന്നുണ്ടായിരുന്നു, കാർഗിൽ യുദ്ധം, അതിനെ തുടർന്നുണ്ടായ മാറ്റങ്ങൾ, എല്ലാത്തിനെക്കുറിച്ചും രാജ്യത്തുണ്ടാക്കിയ വലിയ മാറ്റം എല്ലാത്തിനെക്കുറിച്ചും പറയുന്നതിനൊപ്പം തന്നെ യുവത്വത്തിന് അത് നൽകിയ ഒരു സന്ദേശം എന്താണ് എന്നുള്ളത്. നമുക്കറിയാം, യുവത്വം ആഘോഷമാക്കാനുള്ളത് തന്നെയാണ്. പക്ഷേ നമ്മുടെ മണ്ണ് സംരക്ഷിക്കുക എന്നുള്ളത് മറ്റൊരു ലഹരിയാണ്. അതാണ് ഇവിടെ നമ്മുടെ ഒപ്പം ഇരിക്കുന്ന ഈ അതിഥികൾക്കെല്ലാം അവരത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ഇന്ന് അഗ്നിവീർ പദ്ധതിയെക്കുറിച്ച് പ്രധാനമന്ത്രി പറയുകയുണ്ടായി ദ്രാസിൽ സംസാരിച്ചപ്പോൾ. പ്രതിപക്ഷം വലിയ രീതിയിൽ അതിനെതിരെ ആരോപണങ്ങളൊക്കെ അഴിച്ചുവിടുന്നുണ്ട്. അത് ഒരുപക്ഷെ എന്നെക്കാളും കൂടുതൽ അതിനെക്കുറിച്ച് വിലയിരുത്താൻ സാധിക്കുന്നത് ഈ അതിഥികൾക്കെല്ലാം തന്നെ ആയിരിക്കും. അതെന്തൊക്കെയായാലും അത് രാഷ്ട്രീയമായ കാരണങ്ങളൊക്കെ പലതുണ്ടാകും. അങ്ങനെയാണെങ്കിലും നമുക്കറിയാം, നിർബന്ധിത സൈനിക സേവനം യുവാക്കൾക്ക് നിർബന്ധമാക്കിയ രാഷ്ട്രങ്ങൾ വേറെയുണ്ട്. ഇത് അതിനപ്പുറത്തേക്ക് അവരെ നമ്മുടെ സേനയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അതുമാത്രമല്ല, അതിനുശേഷം അവർക്ക് ഇഷ്ടമുള്ള, എനിക്ക് തോന്നുന്നു, പല സ്റ്റേറ്റുകളും അവർക്ക് വേണ്ടി സംവരണമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവരുടെ ഈ സൈനിക സേവനം കഴിഞ്ഞതിന് ശേഷം. പക്ഷേ ഇത്തരത്തിലുള്ള ഈ ആരോപണങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പ്രതിപക്ഷം പറയുമ്പോൾ യുവാക്കളെ തിരിച്ചു പിടിക്കുകയല്ലേ ചെയ്യുന്നത് ഈ സേനയിലേക്ക് ഇറങ്ങുന്ന, രാജ്യസേവനം ചെയ്യുന്നതിൽ നിന്ന് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ സംശയം. സുബൈദാർ രമേശ് കുമാർ സർ, കേൾക്കാൻ സാധിക്കുന്നില്ല, ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? സർ, അൺമ്യൂട്ട് ചെയ്തായിരുന്നു? പറഞ്ഞോളൂ. സമയം കുറവാണ്, നമുക്ക് ഒന്ന് വേഗത്തിലാക്കിയാൽ ഉപകാരമായിരുന്നു. അതെ, ഈ അഗ്നിവീറിന് ചില ഡീമെറിറ്റ്സുകൾ ഉണ്ടെങ്കിൽ പോലും അഗ്നിവീർ കൊണ്ടുവന്നത് എന്തുകൊണ്ടും നല്ലതായി എന്നാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത്. കാരണം ഞാൻ 1990 എൻറോൾമെന്റ് ചെയ്ത ഒരു വ്യക്തിയാണ്. ആ സമയത്ത് ഒരുപാട് ധാരാളം എൻറോൾമെന്റ് ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ആർമിയിൽ വന്നതിന് ശേഷം എനിക്ക് ഇത് കുറെ കൂടി ബെറ്റർ ജോലി കിട്ടുമായിരുന്നു എന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. അതിൽ നല്ല വിദ്യാഭ്യാസമുള്ള കൂടുതൽ പല എഞ്ചിനീയറിംഗ് പഠിച്ച പിള്ളേരൊക്കെ ആയിരിക്കും അവർ വേറെ ഒരു ജോലി എനിക്ക് ഓപ്പർച്യൂണിറ്റി ചെയ്യാമായിരുന്നു. എങ്ങനെയെങ്കിലും ഇത് ഇട്ട് കളഞ്ഞു പോയാൽ മതി, എന്നെ ഇപ്പം വിടണമെങ്കിൽ ഇപ്പം പോകും, അങ്ങനെയൊക്കെ ഉള്ളൊരു കാലം അന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഇപ്പോ 50%, അതായത് നേരത്തെ 25% ആയിരുന്നെങ്കിൽ ഇപ്പോ 50% വരെ പെർമനന്റ് ആക്കുന്നുണ്ട്. അത് അപ്പം വേണ്ടാത്തവർ, ഈ നമുക്ക് ആർമി വേണ്ട അല്ലെങ്കിൽ ഡിഫൻസ് ഫോഴ്സ് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ വിട്ടിട്ട് പോകാനുള്ള ഒരു ചാൻസ് കൂടെയാണ്. അത് പോയിട്ട് അവർക്ക് നല്ലൊരു ഡിസിപ്ലിനായ ഒരു ജവാനെ വാർത്തെടുത്ത് രാഷ്ട്രത്തിന് സമർപ്പിക്കാൻ കഴിയും. ഈ അറിയാം, നമ്മുടെ യുവത്വം ഇപ്പോൾ ഈ 18 വയസ്സ് തൊട്ട് 25 വയസ്സ് വരെയുള്ള ആ പ്രായത്തിലാണ് ഏറ്റവും നമ്മളെ യുവാക്കൾ വഴിതെറ്റുന്നത്. ആ വഴിതെറ്റുന്ന സമയത്ത് ഈ മയക്കുമരുന്നിനും അതുപോലെയുള്ള പല ഇതിനും അടിമപ്പെടാതെ നല്ല ഒരു ജവാനായിട്ടും ഒരു ഡിസിപ്ലിൻഡ് ജവാനായിട്ടും വാർത്തെടുക്കാൻ അഗ്നിവീറിന് കഴിയും. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും നല്ലൊരു എമൗണ്ട് കൊടുക്കുന്നുണ്ട്. പല ഫോഴ്സിലും CISF, CRPF, BSF അതുപോലുള്ള പല ഫോഴ്സിലും 10% സംവരണം അഗ്നിവീറിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അത് അഗ്നിവീറിനോട് യോജിപ്പാണുള്ളത്. അത് ചില ഡീമെറിറ്റ്സ് ഉണ്ടാകും, പെൻഷന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കാം. എന്നാലും ഈ പല രാജ്യങ്ങളിലും ഈ കമ്പൽസറി സൈനിക സേവനം നടത്തുന്നു. 2 വർഷം കഴിഞ്ഞ് 3 വർഷവും 4 വർഷം പോലെ കമ്പൽസറി നടത്തുന്നുണ്ട്. നമുക്ക് ഇതൊരു നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.